Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയാണ് എടുത്തു നിർത്തിയത്? ലോണ്ടറി ആൻഡ് ലിനൻ ചാപ്റ്റർ എവിടെ വരെ എടുത്തു? ഇനി ഫോർത്ത് മോഡ്യൂളിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുക്കാനുള്ളേ? ഫോർത്ത് മോഡ്യൂളില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്ടഡ് അല്ലെ? അത് കംപ്ലീറ്റ് ആയിരുന്നു. കംപ്ലീറ്റ് ആയോ? 4 എണ്ണം പറഞ്ഞിരുന്നു നമ്മള്. 4 ടൈപ്പ് പറഞ്ഞു. ഫോർത്ത് മോഡ്യൂളിൽ ഏതൊക്കെ ചാപ്റ്റർ ആണ് പിള്ളേരെ കംപ്ലീറ്റ് ആവാനുള്ളത്? ഏതൊക്കെയാണ്? ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്? മെഡിക്കൽ എക്യുപ്മെന്റ് മാത്രമേ ഉള്ളൂ. സ്റ്റാർട്ട് ചെയ്യാത്തതല്ലേ? സ്റ്റാർട്ട് ചെയ്യാത്തതല്ലേ? 10th ചാപ്റ്റർ ഉണ്ട്. അത് രണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോണ്ടറി ആൻഡ് ലിനൻ കഴിഞ്ഞ് കഴിയുമ്പോൾ മെഡിക്കൽ എക്യുപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇനി കുറച്ച് ഭാഗം കൂടി ഉള്ളൂ. അപ്പൊ അതിന് ശേഷം മെഡിക്കൽ എക്യുപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അത് രണ്ടുമാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. ബാക്കിയെല്ലാം ഓൾറെഡി എടുത്തുകൊണ്ടിരിക്കുകയല്ലേ ടീച്ചേഴ്സ് അല്ലേ? തേർഡ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഫോർത്തില് ഇത്രയും ചാപ്റ്റേഴ്സും കൂടി ഉള്ളൂ അല്ലേ? അപ്പോ ഓൾറെഡി നമുക്ക് എക്സാമിന്റെ ഒക്കെ ഡേറ്റ്സ് ഒക്കെ ആയി തുടങ്ങി. നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. ഓക്കെ, ഇപ്പോ എക്സാം ഒക്കെ ആവാറായി. ഇപ്പോ ഇനിയൊക്കെ കുറച്ചൊക്കെ ഒന്ന് പഠിക്കാനായിട്ടൊക്കെ ശ്രമിക്കാട്ടോ. സമയം കിട്ടുന്ന പോലെയൊക്കെ ട്രൈ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള ഇന്ന സമയത്ത് തന്നെ ഇരിക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ടൈം നിങ്ങൾ തന്നെ ചൂസ് ചെയ്യാം. അതിനനുസരിച്ച് പഠിക്കാം കേട്ടോ. അപ്പൊ അല്ലാതെ അയ്യോ അവർക്ക് എത്ര നേരം ഇരിക്കാൻ പറ്റുന്നുണ്ട്, എനിക്ക് എത്ര ഇരിക്കാൻ പറ്റുന്നില്ല എന്നൊന്നും വിചാരിക്കുന്നത്. നമ്മുടെ സൗകര്യപ്രകാരം നമുക്ക് കണ്ടെത്തി തന്നെ നമ്മുടെ സമയം കണ്ടെത്തി പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പൊ അതുപോലെ നിങ്ങൾ ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ നടത്തണം. ചില പോർഷൻസില് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചും പഠിക്കാൻ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ അതൊക്കെ പിള്ളേര് ചെയ്യാറുണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തി സെപ്പറേറ്റ് ആയിട്ട് ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതില് പഠിക്കണം എന്നുള്ളവരാണ്. ചിലപ്പോൾ ഫ്രീ ആയിട്ട് ഒരുപോലെ ടൈമിങ്ങിനെ സെറ്റ് ചെയ്തിട്ട് അന്നേരം വന്ന് പഠിക്കുന്ന കുട്ടി അങ്ങനെ നോക്കുന്ന കുട്ടികളും ഉണ്ട്. അതെങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ അത് ചൂസ് ചെയ്യാം, സെറ്റ് ചെയ്യാം, പഠിക്കാം കേട്ടോ. അപ്പൊ അത് നമ്മൾ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചില ആൾക്ക് അങ്ങനെ മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാതെ സ്വയം പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് തോന്നും. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്, ഓരോരുത്തരുടെയും പ്രിഫറൻസ് ആണ്. അപ്പൊ അതിനനുസരിച്ച് പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ മുമ്പിൽ അധികം ദിവസങ്ങളില്ല, അറിയാലോ. ഡേറ്റിന്റെ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അപ്പൊ ഈ പോർഷൻസ് അതിനുള്ളിൽ തന്നെ മാക്സിമം ഇത്രയും വേഗം തന്നെ കംപ്ലീറ്റ് ആകും. അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് റിവൈസ് ചെയ്യാം, റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അതൊന്നും പ്രശ്നമല്ല. പക്ഷെ പഠിക്കേണ്ട കാര്യം ആര് തന്നെ ചെയ്യണം. ആര് ചെയ്യണം? ഇവിടെ ടീച്ചേഴ്സ് വന്നിരുന്ന എല്ലാ ക്ലാസ്സുകളും വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ആരാ പഠിക്കണ്ടേ? അത് പഠിച്ച് എഴുതുന്നത് ആരാ? നിങ്ങൾ ഓരോരുത്തരുമാണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ അതെ, അപ്പൊ നിങ്ങളാണത് ശ്രമിക്കേണ്ടതും. നമുക്ക് വേണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഒരു ജോലി, എനിക്കൊരു ജോലി വേണം, ഇത് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്തും എനിക്ക് നല്ലൊരു ജോലിയിൽ കയറണം എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടായിരിക്കണം മനസ്സിൽ കേട്ടോ. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇനി പഠിക്കാനായിട്ട്. അപ്പൊ നമ്മളൊരു എക്സാമിന് വേണ്ടി മാത്രം മനസ്സിലാക്കി, അല്ലെങ്കിൽ ആ ഒരു എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് മാത്രം പഠിക്കരുത്. ഇത് നമുക്ക് ഭാവിയിലേക്ക് നമ്മളൊരു ജോലിയിൽ പ്രവേശിക്കുമ്പോഴും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് സമയം കളയുന്നില്ല, പോർഷൻസ് അടുത്തതിലേക്ക് എടുക്കാം. നമുക്ക് കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ ഈ ലോണ്ടറി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആവാനായിട്ട്. അതുപോലെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് അടുത്തത് മിസ് എടുക്കാൻ പോകുന്നത്. അത് ഒരുപാടൊന്നുമില്ല കേട്ടോ, വളരെ എളുപ്പമാണ്. അപ്പൊ അതില് കുറച്ച് എക്യുപ്മെന്റുകളെ കുറിച്ച്, കുറച്ചധികം എക്യുപ്മെന്റുകളെ കുറിച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. എന്നാൽ പോലും ഒരുപാട് ക്ലാസ്സുകളൊന്നും വേണ്ട, വേഗം നമുക്ക് തീർക്കാൻ പറ്റും. അപ്പൊ ഓക്കെ,
അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോണ്ടറി കളക്റ്റഡ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. 4 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ് 4 ടൈപ്പ്? ഏതൊക്കെയാണ് 4 ടൈപ്പ് ഓഫ് ലോണ്ടറീസ് കളക്ട് ചെയ്ത 4 ടൈപ്പ് ഓഫ് ലോണ്ടറീസ് ആണ് നമ്മൾ അതിന് ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. ഏതൊക്കെയാണത് എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ പഠിച്ചു പോട്ടോ. യൂസ്ഡ് ലിനൻ, സോയിൽഡ് ലിനൻ, പിന്നെ ഇൻഫെക്റ്റഡ് ലിനൻ, അതുപോലെ തന്നെ തിയേറ്റർ ലിനൻ അല്ലെ. അതില് യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ? യൂസ്ഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂസ്ഡ് ഇൻ പേഷ്യന്റ് കെയർ അല്ലെ. പേഷ്യൻസിന്റെ പരിചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ബട്ട് ഈസ് നോട്ട് അപ്പാരന്റ്ലി ചേഞ്ചഡ് അല്ലെ. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ നമുക്ക് വിസിബിളി നമുക്കത് ചേഞ്ചഡ് ആണ്, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആണ്, അല്ലെങ്കിൽ കറ പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നാത്തവയാണ് യൂസ്ഡ് ലിനൻ. ഇനി സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താ? സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാല് എന്തൊക്കെയുമായി കോണ്ടാക്റ്റിൽ വരുന്നതാണ്? എന്തൊക്കെയായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നതാണ്? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, സെക്രീഷൻസ്, എക്സ്ക്രീഷൻസ്, മറ്റ് ഐറ്റംസുമായിട്ട് കോണ്ടാക്റ്റിൽ വന്ന് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള തുണിത്തരങ്ങളെയാണ് നമ്മൾ സോയിൽഡ് ലിനൻ എന്ന് പറയുന്നത്. ഇനി ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫെക്റ്റഡ് ലിനൻ ഇൻഫെക്റ്റഡ് ലിനൻ എന്താ? സസ്പെക്റ്റഡ് ഇൻഫെക്ഷൻ. ഇപ്പൊ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്നതാവാം, അല്ലെങ്കിൽ അറിയുന്നതാവാം അല്ലെ. നോൺ ആണ്. നമുക്ക് അറിയാവുന്നവരാവാം, അല്ലെങ്കിൽ സംശയിക്കുന്നതോ ആയിട്ടുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾ ഉപയോഗിച്ച അവരിൽ നിന്ന് അവർ യൂസ് ചെയ്തിട്ടുള്ള തുണിത്തരങ്ങളെയാണ് എന്ത് ടൈപ്പ് ഓഫ് ലിനൻ എന്ന് പറയുന്നത്? ഇൻഫെക്റ്റഡ് ലിനൻ എന്ന് പറയുന്നത്. തിയേറ്റർ ലിനൻ എന്ന് പറയുമ്പോഴോ എവിടെ യൂസ് ചെയ്യുന്നതാണ്? തിയേറ്റർ ലിനൻ സർജിക്കൽ പ്രൊസീജിയേഴ്സിനോ ഓപ്പറേഷൻ തിയേറ്റേഴ്സിലോ ഒക്കെ ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളെയാണ് നമ്മൾ തിയേറ്റർ ലിനൻ എന്ന് പറയുന്നത്. ആ 4 ക്ലിയർ അല്ലേ? ചോദിക്കാറുണ്ട് കേട്ടോ. 4 വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കണേ. Then should be safe from potentially infectious material as well as for good hygiene practices. You should always use gloves when handling tainted or contaminated laundry and should remove to change to clean gloves before handling clean laundry. ഇവിടെ എപ്പോഴും നമുക്ക് അറിയാം ഈ ഒരു ലോണ്ടറീസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലിനൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങൾ എന്ന് പറയുമ്പോൾ എപ്പോഴും പൊട്ടൻഷ്യലി ഇൻഫെക്ഷസ് മെറ്റീരിയൽസ് ആണ് അല്ലെ. ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് വളരെയധികം സാധ്യതയുള്ള മെറ്റീരിയൽസ് ആയതുകൊണ്ട് തന്നെ അവയിൽ നിന്നും സേഫ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു നല്ല രീതിയാണ്. അവരുടെ നിന്ന് സേഫ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇത്തരം ഇൻഫെക്ഷൻസ് നമുക്ക് വരുന്നതിൽ നിന്നും നമ്മൾ സേഫ് ആവണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു നല്ല ഹൈജീനിക് പ്രാക്ടീസ് വേണം. വേണ്ടേ? അപ്പൊ പ്രത്യേകിച്ചും ഇത് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകള് അവരെപ്പോഴും നല്ല രീതിയിലുള്ള ഹൈജീനിക് രീതികള് പാലിച്ചാൽ മാത്രമേ ഇത്തരം ഇൻഫെക്ഷസ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ നിന്നും അവർക്ക് സുരക്ഷിതമാവാനായിട്ട് പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് യു ഷുഡ് ഓൾവേസ് യൂസ് ഗ്ലൗസ് വെൻ ഹാൻഡ്ലിംഗ് ടേഞ്ചർ ഓഫ് കണ്ടാമിനേറ്റഡ് ലോണ്ടറി. സ്റ്റാഫുകൾ എപ്പോഴും എന്ത് ചെയ്യണം? ഗ്ലൗസ് മുതലായവ ധരിച്ചു വേണം ഇത്തരത്തില് മലിനമായിട്ടുള്ള തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഷുഡ് റിമൂവ് ടു ചേഞ്ച് ടു ക്ലീൻ ഗ്ലൗസ് ബിഫോർ ഹാൻഡ്ലിംഗ് ക്ലീൻ ലോണ്ടറി. ഇപ്പൊ ക്ലീൻ ആയിട്ടുള്ള തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ആ ഗ്ലൗസ് റിമൂവ് ചെയ്ത് കൈയൊന്നും കൂടി എന്താണ് ഹൈജീനിക് ആക്കിയതിനു ശേഷം അടുത്ത പുതിയ ക്ലീൻ ഗ്ലൗസുകൾ ധരിച്ചു വേണം ക്ലീൻ ലോണ്ടറീസ് കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സേഫ്റ്റി എപ്പോഴും ഇതില് പാലിക്കേണ്ടതായിട്ടുണ്ട്. Then if a person has a contagious disease or is on contact precautions, clothes should be washed separately. The washing machine must then be disinfected after washing. എന്താ? ഇപ്പൊ ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള കണ്ടീജിയസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികള് അല്ലെങ്കിൽ ഒരു അതുമായി ബന്ധപ്പെട്ട കോണ്ടാക്ട് പ്രിക്കോഷൻ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സമ്പർക്ക മുൻകരുതലൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ കോവിഡ് വന്ന സമയത്തിന്റെ ഈ സമ്പർക്ക മുൻകരുതൽ ഉണ്ടായിരുന്നു അല്ലെ. അവരുമായിട്ട് കോണ്ടാക്ട് വന്നവരെ നമ്മൾ കോണ്ടാക്ട് പ്രിക്കോഷൻസിന് വേണ്ടിയിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് താമസിപ്പിക്കാറും നമ്മൾ ക്വാറന്റൈൻ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അത്തരത്തില് അവരുമായിട്ടുള്ള സമ്പർക്കം മുൻകരുതലുള്ളവരോ ആവാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പകർച്ചവ്യാധികളോ കാര്യങ്ങളോ ഉള്ള ആളുകളാവാം. അവരുപയോഗിച്ച തുണിത്തരങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഇൻഫെക്റ്റഡ് ലിനനിൽ വരുന്നതാണ്
അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇൻഫെക്റ്റഡ് ലിനൻസ് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ഡിസിൻഫെക്ഷൻ ചെയ്യേണ്ടതും വാഷ് ചെയ്യേണ്ടതും സെപ്പറേറ്റ് ആയിട്ടാണ്. മറ്റുള്ളവയുമായിട്ട് അതിന് മിക്സ് ചെയ്യാനായിട്ട് ഇടവരരുത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ആ വാഷിംഗ് മെഷീൻ എന്ത് ചെയ്യണം? ഓരോ വാഷിന് ശേഷവും ആ വാഷിംഗ് മെഷീനും ഡിസിൻഫെക്റ്റഡ് ആക്കണം, അല്ലെങ്കിൽ അണുവിമുക്തമാക്കിയിരിക്കണം. അല്ല എങ്കിൽ എന്ത് പറ്റും? രണ്ടാമത് നമ്മൾ വേറെ തുണികൾ ഇടുമ്പോൾ അതിലേക്ക് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വരാൻ സാധ്യതയുണ്ട്, അല്ലെ? പകരാൻ സാധ്യതയുണ്ട്, സ്പ്രെഡ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വാഷിംഗ് മെഷീനിലേക്ക് സെപ്പറേറ്റ് ആയിട്ടായിരിക്കണം ഈ ഇൻഫെക്റ്റഡ് മെറ്റീരിയൽസ് വാഷ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ വാഷിംഗ് മെഷീൻ ഈ വാഷിന് ശേഷം ഓരോ വാഷിന് ശേഷവും കൃത്യമായിട്ട് അണുവിമുക്തമാക്കുകയും വേണം. ക്ലിയർ ആണോ ഭാഗം? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി നെക്സ്റ്റ്, സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻ. ഇൻഫെക്റ്റഡ് ലിനൻസിനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നോക്കിയേ, ഇതൊക്കെ വായിച്ചു വെച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. All linen after use should be collected in each department or ward and segregated into potentially infective and non-potentially infected. എന്താ നമ്മള് ഒരു ഇപ്പൊ ഹോസ്പിറ്റലിലെ ഒരു വാർഡിൽ നിന്നാവാം, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് വരുന്ന എല്ലാ തുണിത്തരങ്ങളിലും നമ്മൾ എന്ത് ചെയ്യുന്നു? That segregated into potentially infective and non-potentially infected. എന്താ? അപകടങ്ങൾ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളവ അല്ലാത്തവ എന്ന രീതിയിൽ നമുക്ക് തരംതിരിക്കുന്നുണ്ട്. And place tainted linen into a clearly labeled and leak-proof container, that is bag, bucket in the patient care area. അപ്പൊ നമ്മുടെ രോഗിക്ക് പരിചരണം കൊടുക്കുന്ന ഏരിയയിൽ ഈ പറയുന്ന തുണിത്തരങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അവയൊക്കെ എപ്പോഴും തുറന്നു വെക്കണേ. ഒന്നല്ലെങ്കിൽ അവിടെ ലീക്ക് പ്രൂഫ് ആയിട്ട് ലേബൽ ചെയ്തിട്ടുള്ള ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നറുകളിലായിട്ടായിരിക്കണം സൂക്ഷിക്കേണ്ടത്. ഒന്നല്ലെങ്കിൽ ബാഗുകളാവാം, അല്ലെങ്കിൽ ബക്കറ്റുകളാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന രീതിയിൽ വെച്ചിട്ട് അത് അപകട സാധ്യതയുള്ളവ അല്ലാത്തവ, അണുബാധ ഉണ്ടാവാൻ സാധ്യതയുള്ളവ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളവ അല്ലാത്തവ എന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവിടെ എന്ത് ചെയ്യണം? എന്താണ് പ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ പേഷ്യൻസിന് പരിചരണം കൊടുക്കുന്ന ഏരിയ മുതലേ ആ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്ത് വരണം. സ്റ്റാഫ് who collect, handle, dispose or transport soiled linen are at high risk. കാരണം ഇവ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്ന ആ ഒരു ബാഗിലോ ബക്കറ്റിലോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഇവരുമായിട്ടുള്ള കോൺടാക്റ്റുകൾ കുറയും. അതല്ലാത്ത പക്ഷം ഇത് കൊണ്ടുവരുന്ന സ്റ്റാഫുകള് ഇത് കളക്ട് ചെയ്യുമ്പോഴും അത് കൈകാര്യം ചെയ്യുമ്പോഴും അത് ഡിസ്പോസ് ചെയ്യുമ്പോഴും അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴും അവരെല്ലാം ഉയർന്ന അപകട സാധ്യതയിലുള്ള ആളുകളായതുകൊണ്ട് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഇവർക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബക്കറ്റോ അതുപോലെ തന്നെ ബാഗോ കാര്യങ്ങളിലോ ഒക്കെ ആയിട്ട് സെപ്പറേറ്റ്ലി ലേബിൾ ചെയ്ത് അത് ലീക്ക് പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ആ പേഷ്യന്റ് കെയർ ഏരിയയിൽ വെച്ച് തന്നെ സൂക്ഷിച്ചു വേണം കൊടുത്തുവിടാനായിട്ടെന്ന് പറയുന്നത്. ഇനി സാനിറ്റൈസിംഗ് മെഷീൻ, വാഷിംഗ് മെഷീൻസിന്റെ സാനിറ്റൈസേഷൻ. In order to prevent cross contamination, every washer we sanitize at least once a day. ഒരു ദിവസത്തിൽ അറ്റ്ലീസ്റ്റ് ഒരു വൺസ് ഡേ ആണ്, ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്രോസ് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ആ ഒരു മൈക്രോബ്സ് സ്പ്രെഡ് ആവുന്നതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻസ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ, ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കൃത്യമായിട്ട് സാനിറ്റൈസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അണുനശീകരണം നടത്തിയിരിക്കണം. ക്ലിയർ ആണോ? ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഇതിനുശേഷം ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇമ്പോർട്ടന്റ് ഭാഗമാണ് കേട്ടോ, അത് പറയും. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വിട്ടാൽ മതി കേട്ടോ. വായിച്ച് ചെയ്യുമ്പോൾ റിപ്ലൈ ചെയ്യണേ.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ ആണോ? ഓക്കെ, ശരി. നെക്സ്റ്റ് ലിനിയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കേട്ടോ. ലിനിയൻസിന്റെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതരണ സംവിധാനം എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് വളരെ എളുപ്പമായിട്ട് പഠിക്കാം. സെൻട്രലൈസ്ഡ് ലിനിയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. 3 ടൈപ്പ് ഓഫ് ലിനിയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ടെന്ന് ആദ്യം നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്നാമത്തത്, ഈ ഭാഗത്തിന് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഭാഗമാണ്, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. സെൻട്രലൈസ്ഡ് ലിനിയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ലിനിയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ ലിനിയർ സർവീസ് ഉണ്ട്, മൂന്നാമത്തത് മിക്സഡ് ലിനിയർ സർവീസും ഉണ്ട്. അപ്പൊ 3 ടൈപ്പ് ഏതൊക്കെയാ? സെൻട്രലൈസ്ഡ് ലിനിയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഡീസെൻട്രലൈസ്ഡ് ലിനിയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെങ്കിൽ ലിനിയർ സർവീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയാണ് കേട്ടോ. മൂന്നാമത്തത് മിക്സഡ് ലിനിയർ സർവീസും ഉണ്ട്. ആ 3 ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി അതിൽ ഓരോന്നും നമ്മൾ നോക്കുകയാണ്. സെൻട്രലൈസ്ഡ് ലിനിയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ issuing of linen and linen circulation is usually controlled by the central loop. This facilitated better control over the staff. Power sentence അങ്ങനെ തന്നെ ഒന്ന് underline ചെയ്തു വെച്ചേ. Issuing of linen and linen circulation is usually controlled by the central room. Central room കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ നോക്കേണ്ടത് സെൻട്രലൈസ്ഡ് ലിനിയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണെന്നുള്ളതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മള് AC വെക്കാതെ സെൻട്രലൈസ്ഡ് AC വെക്കാറുണ്ട്, ഡീസെൻട്രലൈസ്ഡ് AC സർവീസുകളും ചെയ്യാറുണ്ട്. ചെയ്യാറല്ലേ? സെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അതിന്റെ ഒരു അർത്ഥം വരുന്നത്? എന്തായിരിക്കും? എന്തുകൊണ്ട് അത് അങ്ങനെ പറയുന്നേ? സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞ AC എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവിടെ അതിന്റെ എഫക്ട് എങ്ങനെയാണ്? എന്താണ്? നമ്മൾ മോളുകളിലൊക്കെ പോകുമ്പോ കണ്ടിട്ടില്ലേ, അവിടെ സെൻട്രലൈസ്ഡ് AC ആണ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നേ? എന്താ ഉദ്ദേശിക്കുക? അതെ, ഇവിടെ എല്ലായിടത്തേക്കും കിട്ടുന്ന രീതി അല്ലെ? അതായത് സെൻട്രലില് ഒരു ഏതെങ്കിലും ഒരു മെയിൻ ഏരിയയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആ ഒരു മോളിലാണെങ്കിൽ അവിടെയുള്ള എല്ലായിടത്തേക്കും നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു AC ഏരിയ, ആ ഒരു പ്രഭാവം കിട്ടും അല്ലെ? അതല്ലേ സെൻട്രലൈസ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇപ്പൊ നമ്മളൊരു ഓഫീസിലാണെങ്കിലും ഒരു സെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ റൂമുകളിലേക്കും എല്ലാ ഏരിയയിലേക്കും അതിന്റെ ആ ഒരു AC പ്രഭാവം കിട്ടും. അതല്ലേ സെൻട്രലൈസ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആണോ? അതൊന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഇത് എളുപ്പമാണ്. അതുകൊണ്ട് അവർ എക്സാമ്പിൾ പറഞ്ഞേ. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്താ? അവിടെ ഓരോ റൂമുകൾക്കും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അല്ലെ? അതല്ലേ ഡീസെൻട്രലൈസ്ഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു റൂമിലേക്ക് വേണ്ടിയിട്ട് വേണ്ട, മറ്റൊരു റൂമിലേക്ക് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ളതാണെങ്കിൽ അത് ഡീസെൻട്രലൈസ്ഡ് ആണ് അല്ലെ? അത് വ്യക്തമായോ? അതിനെ വെച്ച് ഇതൊന്ന് കണക്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ സെൻട്രലൈസ്ഡ് ലിനിയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇവിടെ ഒരു സെൻട്രൽ റൂമിൽ നിന്നാണ് തുണികള് വിതരണം ചെയ്യുന്നതും സർക്കുലേഷൻ നടത്തുന്നതും. ഒരു സെൻട്രൽ റൂം ഉണ്ടായിരിക്കും. ആ സെൻട്രൽ റൂമാണ് ഈ ലിനൻസിന്റെ ഇഷ്യൂ ചെയ്യുന്നതും അതിന്റെ സർക്കുലേഷനും കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മുടെ ഒരു വീട്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ഒരു വീടുണ്ട്. നമ്മുടെ ഒരു വീട്ടിൽ ഒരു 2 നിലയുള്ള വീടാണെന്ന് വിചാരിച്ചു. കുറെ റൂമുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് വീട്ടില് അമ്മ താഴെ ഒരു റൂമ്, ഈ ഒരു ലിനൻ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മുടെ തുണികളൊക്കെ മടക്കി വെക്കാനും അത് കളക്ട് ചെയ്ത് വെക്കാനും മടക്കി വെക്കാനും വിതരണം ചെയ്യാനും വേണ്ടിയിട്ട് ഒരു റൂം അതിനു വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റൂമിൽ നിന്നാണ് ക്ലീൻ ആയിട്ടുള്ള തുണികൾ എല്ലാവർക്കും ആവശ്യമായ റൂമുകളിലേക്ക് വിതരണം ചെയ്യുന്നതെന്ന് വിചാരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഒരു വീട്, ആ വീട്ടില് 2 നിലയുള്ള വീടാ, ഒരുപാട് റൂമുകളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഏത് റൂമിലേക്കും തുണികൾ ആവശ്യമാണെങ്കിൽ അതെല്ലാം കഴുകി സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു താഴത്തെ ഫ്ലോറിൽ ഒരു റൂം അമ്മ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതിനുള്ളിൽ നിന്നാണ് നമ്മുടെ എല്ലാ തുണികളും അലക്കി മടക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്നാണ് ഓരോ റൂമിലേക്കും അവർക്ക് ആവശ്യമുള്ള തുണികൾ കൊണ്ടുപോകുന്നത്. മനസ്സിലായോ? അപ്പൊ അവിടെ നമ്മള് ഈ ഒരു സെൻട്രൽ റൂമിൽ നിന്നല്ലേ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അല്ലേ? ആണോ?
അതിനെയാണ് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു ഹോസ്പിറ്റലിലും ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ഇല്ലേ? അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള തുണികൾ വിതരണം ചെയ്യുന്നതും സർക്കുലേഷൻ നടത്തുന്നതും എല്ലാം ഈ സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും. അങ്ങനെ ഒരു സംവിധാനമാണ് ആ ഹോസ്പിറ്റൽ ഫോളോ ചെയ്യുന്നതെങ്കിൽ അതിനെ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ? അത് മനസ്സിലായോ? കൺഫ്യൂഷൻ വരരുത് കേട്ടോ. അപ്പൊ അതെങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ വെച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണേ. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ഭാഗമായതുകൊണ്ടാണ് പിന്നെ പറയുന്നത് കേട്ടോ. ഈ ഭാഗത്ത് എപ്പോഴും ഷുവർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ എപ്പോഴും കാണാറുണ്ട്. ഇത് ചിലപ്പോൾ സെൻട്രലൈസ്ഡ് ചോദിക്കാം, ഡീസെൻട്രലൈസ്ഡ് ചോദിക്കാം, മിക്സഡ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗം സ്കിപ്പ് ചെയ്യരുത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇപ്പൊ സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത്ര മാത്രം ഓർത്താൽ മതി. ഒരു സെൻട്രൽ റൂമിൽ നിന്നാണ് തുണികൾ വിതരണം ചെയ്യുന്നതും സർക്കുലേഷൻ നടത്തുന്നതിനെയും നിയന്ത്രിക്കുന്നതെങ്കിൽ അത് സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആയിരിക്കും. അപ്പൊ ഇവിടെ ദിസ് ഫെസിലിറ്റേറ്റ് ബെറ്റർ കൺട്രോൾ ഓവർ ദ സ്റ്റാഫ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരൊറ്റ സെൻട്രൽ റൂമിൽ നിന്ന് വിതരണം ചെയ്യുന്നു, ലിനൻ സർക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ ഫെസിലിറ്റിയും അവിടുത്തെ സ്റ്റാഫുകളുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള ഒരു നിയന്ത്രണവും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തേത് നോക്കി, ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പോ എന്തായിരിക്കും ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അണ്ടർ ദിസ് സിസ്റ്റം the different units such as ward, operation theatre, etc. are allotted with needed quotas of linen articles. ഇവിടെ നമ്മൾ അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് ആവശ്യമായിട്ടുള്ള തുണികള് ഇപ്പൊ ചെറിയ സംവിധാനം ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ട്, ഇപ്പൊ വാർഡിന് വേണ്ടിയിട്ടൊരു യൂണിറ്റ്, ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടിയിട്ടൊരു യൂണിറ്റ്, അങ്ങനെ സെപ്പറേറ്റഡ് ഒരൊറ്റ സെൻട്രൽ റൂമിൽ നിന്നല്ല കൊടുക്കുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റുകളായിട്ട് തിരിച്ച് അവിടെ നിന്നാണ് നമ്മൾ അവർക്ക് ആവശ്യമായ തുണികൾ വിതരണം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ വാർഡിന് വേണ്ടിയിട്ടൊരു യൂണിറ്റ് ഉണ്ടാകും, ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടിയിട്ടൊരു, അപ്പൊ പല യൂണിറ്റുകളായില്ലേ? മനസ്സിലായോ? ഒറ്റ സ്ഥലത്ത് നല്ലല്ലോ അപ്പൊ വിതരണം ചെയ്യുന്നത്, പല യൂണിറ്റുകളായി. ഇപ്പൊ ചിലപ്പോ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് ആവാം, സെക്കൻഡ് ഫ്ലോറിലെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് വരാം, അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ആവാം. വാർഡുകൾ, അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ തുണികൾ യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളാണല്ലോ, വാർഡുമായി ബന്ധപ്പെട്ട ഒരു ഡിഫറെന്റ് യൂണിറ്റ് ഉണ്ടാവും. അങ്ങനെ ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ട് അവിടെ നിന്നും അവർക്ക് ആവശ്യമായ തുണിത്തരങ്ങൾ ആവശ്യത്തിനനുസരിച്ച് വിതരണം ചെയ്യുകയും സർക്കുലേറ്റ് ചെയ്യുകയുമാണെങ്കിൽ അതിനെ ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നു. അപ്പൊ സെൻട്രലൈസ്ഡ് പറഞ്ഞു, ഡീസെൻട്രലൈസ്ഡ് പറഞ്ഞു. ഇത് രണ്ടും വ്യക്തമാണോ? ഇനി പറയണോ? സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സഡ് പറയുമ്പോൾ മനസ്സിലാവില്ല. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ റൂമിൽ നിന്നും ആ ഹോസ്പിറ്റലിലെ എല്ലായിടങ്ങളിലേക്കും തുണികൾ വിതരണം ചെയ്യുന്നുണ്ട്, ലിനൻസ് സർക്കുലേഷനും നടത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഡീസെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ട് അവിടെ നിന്നായിരിക്കും വിതരണം നടത്തുന്നത്. മനസ്സിലായോ? രണ്ടും ഓക്കെ അല്ലേ? ഇനി മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുമ്പോൾ, മിക്സഡ് എന്ന് പറയുമ്പോൾ എന്താ? ഇതിന്റെ രണ്ടിന്റെയും ഒരു മിക്സഡ് അല്ലെ, ഒരു മിശ്രണമാണ്. ആരുടെയൊക്കെ? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും വരുന്നുണ്ട്, അവിടെ ഡീസെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷനും വരുന്നുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സർവീസ് ആണ് അവർ നടത്തുന്നത് എന്ന് നോക്കിയേ. ലിനൻ സപ്ലൈ ടു സർട്ടൻ സ്പെഷ്യൽ ഏരിയാസ് ആർ ഡൺ ഓൺ ദ ബേസിസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ, ബട്ട് ദ റെസ്റ്റ് ഓഫ് ദി ഏരിയാസ് ഫോളോ സെൻട്രലൈസ്ഡ് ലിനൻ സപ്ലൈ. അതായത് ഒരു ഹോസ്പിറ്റലിൽ തന്നെ ചില ഏരിയാസിലേക്ക് വേണ്ടി മാത്രം, പ്രത്യേകിച്ച് ഇപ്പൊ ഒരു വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ ഏറ്റവും തുണികൾ ആവശ്യമായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഏരിയാസിന് വേണ്ടി ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതല്ലാതെ അങ്ങനെ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ഏരിയാസിലേക്ക് വേണ്ടി മാത്രം ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് നമ്മൾ ലിനൻ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. അപ്പൊ അവിടെ ഏത് വന്നു? ഡീസെൻട്രലൈസ്ഡ് വന്നില്ലേ? വന്നു. ഇനി ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദ ഏരിയാസ്, ബാക്കി ആ സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് അല്ലാത്ത മറ്റ് ഏരിയാസിലൊക്കെ ഒരു സെൻട്രലൈസ്ഡ് റൂമിൽ നിന്നായിരിക്കും വിതരണം നടത്തുക. മനസ്സിലായോ? ഇവിടെ രണ്ടെണ്ണത്തിന്റെയും മിക്സിംഗ് വരുന്നുണ്ട്. അതായത്
ചില സ്പെഷ്യലൈസ്ഡ് ഏരിയാസ് തുണികൾ കൂടുതൽ ആവശ്യമായി വരുന്ന എപ്പോഴും യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ചില സ്പെഷ്യൽ ഏരിയാസിലേക്ക് വേണ്ടി മാത്രം ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ട് തുണികൾ വിതരണം ചെയ്യുന്നുണ്ട്. അതല്ലാത്ത മറ്റ് ഏരിയാസിലേക്ക് എല്ലാം ഒരു സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സംവിധാനമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ അത്തരം സർവീസുകളെയാണ് മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 3 എണ്ണം ഓക്കെ ആയോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്തായിരുന്നു? സെൻട്രൽ റൂമിൽ ഒരൊറ്റ സെൻട്രൽ റൂമാണ്, അവിടെ നിന്നും ആവശ്യമായ എല്ലായിടത്തേക്കും തുണികൾ വിതരണം ചെയ്യുന്നു, സർക്കുലേഷൻ നടത്തുന്നു. ഇനി ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ചിട്ട് ആ ഡിഫറെന്റ് യൂണിറ്റുകളിൽ നിന്നാണ് നമ്മുടെ തുണികൾ വിതരണം ചെയ്യുന്നത്. ഇനി മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുമ്പോൾ രണ്ടിന്റെയും കൂടി ഒരു മിശ്രണമാണ്. അതായത് ചില സ്പെഷ്യൽ ഏരിയാസിലേക്ക് വേണ്ടി ഡിഫറെന്റ് യൂണിറ്റുകളായിട്ട് തിരിച്ച് നമ്മൾ വിതരണം നടത്തുന്നുണ്ട്. ബാക്കിയുള്ള ഏരിയാസിലെല്ലാം സെൻട്രൽ റൂമിൽ നിന്നായിരിക്കും വിതരണം നടത്തുക. അങ്ങനെ രണ്ട് സർവീസുകളും അല്ലെങ്കിൽ രണ്ട് സിസ്റ്റവും ഒരുമിച്ച് വരുന്നതിനെയാണ് മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പൊ ക്ലിയർ ആയോ? Then the linen used in our hospital services make a huge effect on the quality of care provided. അല്ലെ? നമ്മൾ കൊടുക്കുന്ന പരിചരണത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഗുണനിലവാരത്തെ ഈ ഒരു കൊടുക്കുന്ന തുണികള് അതിനെ ബാധിക്കുന്നുണ്ട്. ഇല്ലേ? നല്ല ലിനൻസ് കൊടുത്തില്ല എങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റി ഓഫ് കെയറിനെ ദോഷകരമായിട്ട് ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു 3 ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി പഠിക്കണം കേട്ടോ, ചോദിക്കാറുണ്ട്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ശരി. Okay, next every hospital needs to have 6 sets of linen for each bed. അതായത് ഓരോ ഹോസ്പിറ്റൽ, ഏതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും നീഡ്സ് ടു ഹാവ് 6 sets of linen for each bed. ഓരോ ബെഡിനും 6 സെറ്റ് ഓഫ് ലിനൻസ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ഹോസ്പിറ്റൽ ബെഡിന് 6 സെറ്റ് ഓഫ് ലിനൻ ഉണ്ടായിരിക്കണം. നോക്കിയേ, 6 sets of linen rotation for 1 inpatient bed at a time. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ, 2 എണ്ണം അണ്ടർലൈൻ ചെയ്തിട്ടേ ചോദിക്കാറുണ്ട്. 6 സെറ്റ് ഓഫ് ലിനൻ ഒരു ഇൻപേഷ്യന്റ് ബെഡിന് അറ്റ് എ ടൈം എത്ര സെറ്റ് ഓഫ് ലിനൻസ് വേണം റൊട്ടേഷന് വേണ്ടിയിട്ട്? എത്ര എണ്ണം വേണം എന്നാ പറയുന്നത്? 6 സെറ്റ് വേണം എന്നാ പറയുന്നത്. അതിൽ ഒരു സെറ്റ് എന്ന് പറഞ്ഞാല്
ഇസ് ഈക്വൽ ടു 1 ഷീറ്റ് പ്ലസ് 1 പില്ലോ കവർ. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു ബെഡ് ഷീറ്റും ഒരു പില്ലോ കവറും അല്ലേ തരുന്നത് ഒരു ബെഡിന് വേണ്ടി അല്ലേ? അതൊന്നും ഓർത്താൽ മതി. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഓർത്താലും മറന്നു പോവില്ല. ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറും അല്ലേ ചോദിക്കാറുണ്ട് കേട്ടാ. 2 ബെഡ്ഷീറ്റ് ആണോ, 1 പില്ലോ കവർ ആണോ, 2 പില്ലോ കവർ ആണോ, ഓപ്ഷൻസ് പലതും വരാം, കൺഫ്യൂഷൻ വരും കേട്ടോ. അപ്പൊ അതൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ ബെഡ്ഷീറ്റ് ഒരു ഹോസ്പിറ്റൽ ബെഡിൽ തരുമ്പോൾ ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറും ആണ് തരുന്നത് അല്ലെ? ഒരു ബെഡും ഒരു പില്ലോ കവറും ആണ്, പില്ലോ ആയിരിക്കും ഉണ്ടാവുക. അതിനനുസരിച്ചുള്ളത് മതിയല്ലോ. അപ്പൊ അങ്ങനെയൊന്നും ആലോചിച്ച് വെച്ച് തെറ്റൂല കേട്ടാ. അപ്പൊ 1 ബെഡ്ഷീറ്റും ഒരു ഷീറ്റും ഒരു പില്ലോ കവറുമാണ് ഒരു സെറ്റ് ഉള്ളത്. അങ്ങനെ 6 സെറ്റ് വേണം എന്നാണ് ഒരു ഇൻപേഷ്യന്റ് ബെഡിന് റൊട്ടേഷന് വേണ്ടി. അതേപോലെയുള്ള 6 സെറ്റ് വേണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ അത്? ഈ 6 സെറ്റ് ചോദിക്കാറുണ്ട്. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണെന്നും ചോദിക്കാറുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അടുത്തത് ഇതിന്റെ റൊട്ടേഷൻ എങ്ങനെയാണ്? ഈ ഒരു പില്ലോ കവേഴ്സ് എന്തിനാണ് ഈ 6 സെറ്റ് എന്നുള്ളത് അറിയണ്ടേ? വേണ്ടേ? അപ്പൊ ഈ 6 സെറ്റിന്റെ റൊട്ടേഷൻ ആണ് കേട്ടോ പറയുന്നത്. അതില് ഫസ്റ്റ് 2 സെറ്റ്സ് ഫോർ വാഷ്, 2 എണ്ണം വാഷ് ചെയ്യാൻ വേണ്ടി. അതായത് 1 ബെഡ്ഷീറ്റ് ഓൺ ദ വേ ടു ദ ലോണ്ടറി while 1 sheet already in laundry's washing cycle. എന്താണ്? അപ്പൊ 2 ബെഡ്ഷീറ്റ് ഉണ്ട്. ഇപ്പൊ നമുക്കറിയാം ഈ ഹോസ്പിറ്റൽ ലിനൻസ് അല്ലെങ്കിൽ ഇപ്പൊ ബെഡ്ഷീറ്റുകൾ എല്ലാ ദിവസവും നമ്മൾ മാറ്റൂലേ? എല്ലാ ദിവസവും ഒരു മാറി പുതിയത് നമുക്ക് വിരിച്ചില്ലേ? അപ്പൊ പുതിയത് ഓരോന്ന് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓൾറെഡി നമുക്കറിയാം എല്ലാ ദിവസവും ഇത് വേണം, വേണ്ടേ? അപ്പൊ ഒരെണ്ണം ഓൾറെഡി വാഷിംഗ് സൈക്കിളിൽ കിടക്കാമെന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ നിങ്ങൾ നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ ഒന്ന് ആലോചിക്കുക, ഹോസ്പിറ്റലിലെ കാര്യം ഒന്ന് ആലോചിക്കണം. നമുക്ക് എല്ലാ ദിവസവും നമ്മൾ ബെഡ്ഷീറ്റ് മാറുന്ന ആളാന്ന് വിചാരിക്കാം. അപ്പൊ 2 എണ്ണം വാഷിന് വേണ്ടി എന്ന് പറഞ്ഞാല് ഒരെണ്ണം നമ്മൾ ഓൾറെഡി വാഷിംഗ് സൈക്കിളിൽ ഇട്ടിട്ടുണ്ട്, വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാഷിംഗ് സൈക്കിളിൽ കിടക്കാണ്. രണ്ടാമത്തത് നമ്മള് വാഷിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. മനസ്സിലായോ? തലേ ദിവസം എടുത്തത് നമ്മൾ വാഷിംഗ് സൈക്കിളിൽ ഇട്ടേക്കാണ്. പിറ്റേ ദിവസം നമ്മൾ വാഷിങ്ങിന് വേണ്ടി ഒരെണ്ണം കൊണ്ടുപോവാണ്. അപ്പൊ 2 എണ്ണം ആയോ? ആയോ? അപ്പൊ അതാണ് 2 സെറ്റ്. അങ്ങനെ കണക്ട് ചെയ്ത് വെക്കണേ. 2 സെറ്റ് എന്ന് പറഞ്ഞാല് ഒരെണ്ണം ഓൺ ദ വേ ടു ദ ലോണ്ടറി, ലോണ്ടറിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നേ ഉള്ളൂ. ഒരെണ്ണം ഓൾറെഡി അലക്കുന്ന വാഷിംഗ് സൈക്കിളിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ 2 എണ്ണം ആയില്ലേ? 2 സെറ്റ്സ് ഫോർ വാഷ്. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയോ? ഇനി അടുത്ത 2 എണ്ണം 2 സെറ്റ്സ് ഇൻ യൂസ്, 2 എണ്ണം ഉപയോഗിക്കാനായിട്ട്. ഒരെണ്ണം 1 ബെഡ്ഷീറ്റ് ഷുഡ് ഓൾറെഡി ഓൺ ദ ബെഡ്. നമുക്ക് ഒരെണ്ണം നമ്മൾ ഓൾറെഡി വിരിച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി ഈ ഉപയോഗിച്ചതിന് പെട്ടെന്ന് അതിൽ എന്തെങ്കിലും കറയോ വെള്ളമോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉടനെ മാറ്റി അടുത്തത് വിരിക്കാൻ വേണ്ടി റെഡിയാക്കിയിട്ട് ഒരെണ്ണം വെച്ചിട്ടുണ്ടാവില്ലേ? അതാണ് 2 സെറ്റ്സ് ഇൻ യൂസ് എന്ന് പറയുന്നത്. 1 ബെഡ്ഷീറ്റ് ഷുഡ് ഓൾറെഡി ബി ഓൺ ദ ബെഡ്, ബെഡിൽ ഓൾറെഡി ഒരെണ്ണം വിരിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് while 1 should be ready to be used, എപ്പോ വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് 2 സെറ്റ് ഇൻ യൂസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത 2 സെറ്റ് എന്തായിരിക്കും? 2 സെറ്റ്സ് ഇൻ സ്റ്റോക്ക്. നമ്മുടെ വീട്ടിലൊക്കെ നിങ്ങൾ മേടിച്ച് ബെഡ്ഷീറ്റ് ഒക്കെ മേടിച്ച് അമ്മമാരൊക്കെ കണ്ടിട്ടില്ലേ? സ്റ്റോക്ക് ചെയ്ത് വെക്കും പുറത്തെടുക്കാണ്ട്. ഇതൊക്കെ എന്തെങ്കിലും കീറലോ പെട്ടെന്ന് കീറിയോ അല്ലെങ്കിൽ ചീത്തയായിട്ടൊക്കെ പോവുകയാണെങ്കിൽ അതിന് പകരം റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 എണ്ണം എന്ത് ചെയ്യുന്നു? സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. അമ്മമാർ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന കണ്ടിട്ടില്ലേ? നമ്മളമ്മമാരാകുമ്പോ നമ്മളും ചെയ്യാറുണ്ട് അല്ലെ? നമ്മൾ സ്വയം ഒരു വീടും കാര്യം നമ്മുടെ ഫാമിലി ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മളും ചെയ്യുന്ന കാര്യമാണ് അല്ലെ? അപ്പൊ 2 എണ്ണം നമ്മൾ എന്ത് ചെയ്യും? പുതിയ ആളുകൾ അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കില്ലേ? എടുക്കാണ്ട് യൂസ് ചെയ്യാണ്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ അത്യാവശ്യം വരുമ്പോൾ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി വെക്കും. അപ്പൊ അതിന് വേണ്ടി 2 എണ്ണം അവിടെ സ്റ്റോക്ക് ചെയ്യാനും വെക്കും. അപ്പൊ അത് 2 എണ്ണം സ്റ്റോക്ക് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 4 എണ്ണം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ 4 എണ്ണത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒക്കെ ചിലപ്പോൾ കേടുവരാം, ചിലപ്പോൾ വലിയ രീതിയിലുള്ള കറ വെച്ച് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതെ വരാം. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ റൊട്ടേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് ഉണ്ടാവില്ല. അപ്പൊ ഈ സ്റ്റോക്കിൽ നിന്ന് എടുക്കാം. എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോക്കിൽ നിന്ന് എടുക്കും. അതിനുശേഷം ആ സ്റ്റോക്ക് എന്ത് ചെയ്യും? ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്യാം. മനസ്സിലാവുന്നോ? അപ്പൊ റൊട്ടേഷനില് 6 സെറ്റാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 2 സെറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി, അതായത് ഒരെണ്ണം ഓൾറെഡി വാഷിംഗ് സൈക്കിളിലുണ്ട്, ഒരെണ്ണം ലോണ്ടറിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ 2 എണ്ണം. അടുത്ത 2 എണ്ണം സെറ്റ് യൂസ് ആണ്.
ഇതിൽ ഒരെണ്ണം ഓൾറെഡി ബെഡിൽ വിരിച്ചിട്ടുണ്ട്, രണ്ടാമത്തത് അത്യാവശ്യം വരുമ്പോ എപ്പോ വേണമെങ്കിലും വിരിക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, രണ്ടെണ്ണം സ്റ്റോക്കും ഉണ്ടാവും. ക്ലിയർ ആണോ? അപ്പോൾ ഇൻപേഷ്യന്റ് ബെഡിന് വേണ്ടി എത്ര സെറ്റ് ഓഫ് ബെഡ്സ്, എത്ര സെറ്റ് ഓഫ് ലിനൻസ് ആണ് വേണ്ടത്? എത്ര സെറ്റ് ഓഫ് ലിനൻസ് ആ വേണ്ടത്? മറന്നു പോകരുത്. എത്ര സെറ്റാ വേണ്ടേ? 6 സെറ്റ്സ് ആണ് വേണ്ടത്. അതിൽ 1 സെറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാ, എന്തൊക്കെയാണ്? ഒരു 1 സെറ്റ് എന്ന് പറയുന്നതിൽ എന്തൊക്കെ ഉൾപ്പെടും? 1 സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെടും? ഒരു ഷീറ്റും മാത്രമുള്ള ഒരു ഷീറ്റും, പിന്നെ ബാക്കി പോരട്ടെ, ഒരു പില്ലോ കവർ. അത് മറന്നു പോകരുത് കേട്ടാ. മിക്കവരും തെറ്റിക്കുന്ന കാര്യം 2 പില്ലോ കവർ എന്നൊക്കെ. നമ്മുടെ ബെഡ്ഷീറ്റ് നമ്മുടെ വീട്ടിലെ കാര്യം ഓർത്തിട്ടേ 2 പില്ലോ കവറൊക്കെ ആൻസർ ചൂസ് ചെയ്യും. അപ്പൊ അവിടെ തെറ്റും. ഓപ്ഷനില് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തെറ്റാൻ പറ്റുന്ന 1 ഷീറ്റ് 1 പില്ലോ കവർ എന്ന് ആൻസർ ഉണ്ടാവും, 1 ഷീറ്റ് 2 പില്ലോ കവർ എന്ന് ആൻസർ ഉണ്ടാവും, അല്ലെങ്കിൽ 2 ഷീറ്റ് 1 പില്ലോ കവർ, അല്ലെങ്കിൽ 2 ഷീറ്റ് 2 പില്ലോ കവർ എന്നൊക്കെ ആയിരിക്കും ഓപ്ഷനില്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ഓർമ്മ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ തെറ്റിപ്പോകും. അപ്പൊ ഹോസ്പിറ്റലിലെ ഒരു ബെഡ് ആയിട്ട് ഓർത്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാൻ പറ്റും കേട്ടാ. അപ്പൊ 2 സെറ്റ്സ് വാഷിന് വേണ്ടി, 2 സെറ്റ്സ് യൂസിന് വേണ്ടി, 2 സെറ്റ്സ് സ്റ്റോക്കിന് വേണ്ടി. ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കി, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടാ. വായിച്ചു കഴിയുന്നവരൊന്ന് റിപ്ലൈ ചെയ്യണേ. ഓക്കെ, കംപ്ലീറ്റ് ആയോ? ക്ലിയർ ആണോ? ശരി. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ, ചലഞ്ചസ്. ഒരു ലോണ്ടറി ആൻഡ് ലിനൻ ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ വെല്ലുവിളികളാണ് നമ്മൾ താഴെ പറയുന്നത്, അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്നും പറയാം. ദ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസസ് സം മേജർ ചലഞ്ചസ്. എന്തൊക്കെയാണ് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്നുള്ളതാണ് താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ, ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്. എന്താ? ഈ ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തുണികള് നഷ്ടപ്പെടുകയോ മോഷണം പോവുകയോ ചെയ്യാം, ഇല്ലേ? അപ്പൊ അത് അവർക്കൊരു നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമല്ലേ, അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അല്ലേ? അത് കൃത്യമായിട്ട് ആ തുണികളൊക്കെ കീപ്പ് ചെയ്യുക, അത് നഷ്ടപ്പെട്ടു പോവാതെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ അതൊന്നാമത്തെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം. എന്താ? ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്. തുണികൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മോഷണം പോവുകയോ ചെയ്യാം. രണ്ടാമത്തത് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ HA. ഈ തുണികളിൽ നിന്ന് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്താ പഠിച്ചില്ലേ? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ എന്താണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഹോസ്പിറ്റലിൽ നിന്നും പേഷ്യൻസിന് അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ ലഭ്യമാകുന്ന ഇൻഫെക്ഷൻസ് ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഇൻഫെക്ഷൻസിന് ഈ ലോണ്ടറിയിൽ നല്ല രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തില്ലെങ്കിൽ ഈ തുണികളിൽ നിന്ന് അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് പേഷ്യൻസിന് വരുമോ? സോ അത്തരത്തില് പേഷ്യൻസിന് ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് വരുമോ എന്നുള്ളതും, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അതും ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ് അല്ലെ? അപ്പൊ അത് മാക്സിമം അത്തരത്തിലുള്ള പ്രൊസീജിയർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വേണ്ടി ഈ ലോണ്ടറിയിലെ പ്രൊസീജിയേഴ്സ് എല്ലാം വളരെ ഹൈജീനിക് ആയിട്ടും നീറ്റായിട്ടും കൃത്യമായ പ്രൊസീജിയറിലൂടെ കടന്ന് പ്രോസസ് ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ രണ്ടാമത്തതാണ് ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. ഫസ്റ്റ് വൺ എന്തായിരുന്നു? ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്. അത് രണ്ടും ഓക്കെയാണോ? രണ്ടും ക്ലിയർ ആയോ? ഇനി മൂന്നാമത്തത് ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലോണ്ടറി ഹൈജീൻ പ്രോസസ്. എന്താ? ലോണ്ടറിയില് ഒരു വെൽ ഡിഫൈൻഡ്, കൃത്യമായിട്ട് നല്ല രീതിയിൽ നിർവചിക്കാത്ത അല്ലെങ്കിൽ നിർണ്ണയിക്കാത്ത ഒരു ലോണ്ടറി ഹൈജീൻ പ്രോസസ്, ലോണ്ടറിയുമായി ബന്ധപ്പെട്ട ഒരു ശുചിത്വ പ്രക്രിയയുടെ അഭാവം.
അപ്പൊ അത്തരത്തില് ഒരു നല്ല ലോണ്ടറി ഹൈജീനിക് പ്രോസസ് ഇല്ല എങ്കിൽ അതൊരു നല്ല രീതിയിൽ ഇല്ല, അതിന്റെ ഒരു അഭാവം കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് അത് പ്രൊസീജിയേഴ്സ് നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പൊ അതിലൂടെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തില് നല്ലൊരു ഹൈജീനിക് പ്രോസസ്സ് ഇല്ല അല്ലെങ്കിൽ അതിന്റെ അഭാവവും ഇതിന് ഫേസ് ചെയ്യുന്ന അടുത്തൊരു ചലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളിയാണ്. അടുത്തപോലെ തന്നെ ഹൈ കോസ്റ്റ്, ഉയർന്ന ചിലവ്. ഇപ്പൊ നമുക്ക് പുറത്തേക്ക് ഇപ്പൊ ഒരു ഔട്ട്സോഴ്സിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഉയർന്ന ചിലവ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഒരു സ്ഥാപനത്തിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കണം, അതിനു വേണ്ടിയുള്ള മെഷീനറീസ് കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കണം, പുതിയ പുതിയ അഡ്വാൻസ്ഡ് മെഷീനറീസ് വേണം അല്ലെ. അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള സ്റ്റാഫുകളെ സജ്ജമാക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഉയർന്ന ചിലവ് വരുന്ന കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ അതിനനുസരിച്ച് ഇലക്ട്രിസിറ്റി വേണം, പവർ പ്ലാന്റുകൾ വേണം. അപ്പൊ അതൊക്കെ ഒരു ഉയർന്ന ചിലവ് വരുന്നത് കൊണ്ട് തന്നെ ഹൈ കോസ്റ്റ്, ഇതുമായി ബന്ധപ്പെട്ട ചിലവ് എന്ന് പറയുന്നതും ഇവര് ഫേസ് ചെയ്യുന്ന ഒരു വെല്ലുവിളിയാണ്. അടുത്തത് ബ്രേക്ക് ഡൗൺ ഓഫ് ലോണ്ടറി മെഷീൻസ്. ലോണ്ടറി മെഷീൻസ് ഒക്കെ പെട്ടെന്ന് തകരാറിലായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ പ്രോസസ്സ് നടക്കോ, പ്രക്രിയകളൊക്കെ നടക്കോ, പിന്നെ ആ ഒരു ക്ലീനിങ് പ്രോസസ് ഒക്കെ നടക്കോ? മെഷീൻസ് തകരാറിലായാലും ബ്രേക്ക് ഡൗൺ ആയാല് ഇല്ല അല്ലെ. അത് റിപ്പയർ ആയി മെയിൻറ്റെയിൻ ചെയ്ത് പ്രോപ്പർ ആയിട്ട് ആ വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തുന്ന വരെയുള്ള പ്രോസസ്സും പ്രൊസീജിയേഴ്സും ഒക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഈ ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ അല്ലെങ്കിൽ ചലഞ്ചസ് ആണ്. ഒന്നാമത്തെ ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്, തുണികൾ നഷ്ടപ്പെടുകയോ ലിനൻസ് നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മോഷണം പോവുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ഇതിലൂടെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഒരു നല്ല വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഹൈജീനിക് പ്രോസസ്സിന്റെ അഭാവം ഉണ്ടെങ്കിൽ അതുവഴി ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉയർന്ന ചിലവ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ലോണ്ടറി മെഷീൻസിന്റെ തകരാറുകൾ വന്നാലോ അവിടെ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇതെല്ലാം ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന മേജർ ചലഞ്ചസിൽ വരുന്ന കാര്യങ്ങളാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇവിടെ വരെ challenges ചോദിക്കാറുണ്ട് കേട്ടോ. Then hospital laundry services are thus responsible for providing safe, clean, ample and timely application of linen to user units of the hospital at the right time, right quality and right place. Then every healthcare department has the aim of making sure their patients are comfortable and ultimately that they are safe and healthy. എന്താ ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസസ് എന്ന് പറയുന്നത് എന്തിന് റെസ്പോൺസിബിൾ ആണെന്ന് പറഞ്ഞേ? വളരെ സേഫ് ആയിട്ടുള്ള, വളരെ സുരക്ഷിതമായിട്ടുള്ള, വൃത്തിയുള്ള, മതിയായ ലിനൻസ് വളരെ സമയബന്ധിതമായിട്ട് അത് യൂസ് ചെയ്യുന്ന യൂസർ യൂണിറ്റുകൾക്ക് ശരിയായ സ്ഥലത്ത്, ശരിയായ സമയത്ത്, ശരിയായ ക്വാളിറ്റിയിലും എത്തിക്കുക എന്നത് ഒരു ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അതിൽ ഓരോ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് ഹാസ് ദ എയിം ഓഫ് മേക്കിംഗ് ഷുവർ ദെയർ പേഷ്യൻസ് ആർ കംഫർട്ടബിൾ ആൻഡ് അൾട്ടിമേറ്റ്ലി ദേ ആർ സേഫ് ആൻഡ് ഹെൽത്തി. ഏതൊരു ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റും അവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ വരുന്ന പേഷ്യൻസിനെ വളരെ കംഫർട്ടബിൾ ആക്കി അതുപോലെ തന്നെ വളരെ സേഫ് ആൻഡ് ഹെൽത്തി ആയിട്ട് വിടുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഹോസ്പിറ്റൽ ലോണ്ടറി സർവീസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അവര് വളരെ ഹൈജീനിക് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് സേഫ് ആയിട്ടുള്ള തുണിത്തരങ്ങൾ ശരിയായ സമയത്ത് ശരിയായ സ്ഥലത്ത് നല്ല റൈറ്റ് ടൈംലി ആപ്ലിക്കേഷൻ വളരെ സമയബന്ധിതമായി തന്നെ കൊണ്ട് എത്തിക്കുകയും അതിലൂടെ പേഷ്യൻസിന് വളരെ കംഫോർട്ടും സേഫ്റ്റിയും ഉറപ്പുവരുത്താനും ഓരോ ഡിപ്പാർട്ട്മെന്റിനും സാധിക്കുകയും ചെയ്യണം. അപ്പൊ ഇവിടെ വരെ വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ചലഞ്ചസ്.
വായിച്ചു കഴിഞ്ഞോ? ഓക്കെ അല്ലേ? ലോണ്ട്രി ആൻഡ് ലിനൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഇനി നമ്മള് നെക്സ്റ്റ് മിസ് പറഞ്ഞിരുന്നു മെഡിക്കൽ എക്യുപ്മെന്റ് തുടങ്ങാം കേട്ടോ. നമുക്ക് മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ 4th ചാപ്റ്റർ ആണ്. ഫോർത്ത് ചാപ്റ്റർ മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ലോണ്ട്രി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സ് വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പൊ മെഡിക്കൽ എക്യുപ്മെന്റ് ഈ ചാപ്റ്ററിൽ മെഡിക്കൽ എക്യുപ്മെന്റുകളെ കുറിച്ച് കുറേയധികം നമ്മുടെ മെഡിക്കൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ച് കുറച്ച് ബ്രീഫ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ആണ് തന്നിട്ടുള്ളൂ. അത് മാത്രം വ്യക്തമായിട്ട് പഠിച്ചാൽ മതി. പിന്നെ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലുള്ള ചാപ്റ്റർ ആണ്. നിങ്ങൾ മെഡിക്കൽ ടെർമിനോളജി പഠിച്ചപ്പോ ഒരുപാട് ടേംസ് പഠിച്ചില്ലേ? അപ്പൊ അതിൽ ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം അല്ലെ? അതുപോലെ തന്നെ ഇവിടെ ഏത് എക്യുപ്മെന്റിനെ ബേസ് ചെയ്തും ക്വസ്റ്റ്യൻ വരാം. ഇതിലുള്ള കാര്യങ്ങൾ മാത്രം വ്യക്തമായിട്ട് പഠിച്ചാൽ മതി, അത് മാത്രമേ വരുള്ളൂ. പക്ഷെ കുറച്ചധികം എക്യുപ്മെന്റുകൾ പഠിക്കാനുണ്ട്. അത് എളുപ്പമാണ്. നമുക്ക് കുറേയൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള എക്യുപ്മെന്റാ, കേൾക്കാത്തതും കാണാത്തതുമായിട്ടുള്ളത് വളരെ കുറവേ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി ഇത്രയും പഠിച്ച ചാപ്റ്ററുകളൊക്കെ കൈകാര്യം ചെയ്തു പോയിട്ടുള്ള കേട്ട പരിചയമുള്ള എക്യുപ്മെന്റുകൾ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, അവിടെ ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം. നോക്കിയേ, മെഡിക്കൽ അപ്പാരറ്റസ് ഈസ് യൂസ്ഡ് ഫോർ ദ definite purpose at the diagnosis and treatment of disease or rehabilitation following disease or injury. നോക്കി, ഒരു മെഡിക്കൽ അപ്പാരറ്റസ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ? ഏത് മെഡിക്കൽ എക്യുപ്മെന്റുകൾ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ? അതൊന്നില്ലെങ്കിൽ ഒരു ഡയഗ്നോസിസിന് വേണ്ടിയാവാം, ഒരു രോഗനിർണയത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാവാം അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് അല്ലെ, ഒരു രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ല എങ്കിൽ റീഹാബിലിറ്റേഷൻ ഫോളോയിങ് ഡിസീസ് ഓർ ഇഞ്ചുറി, എന്തെങ്കിലും പരിക്കുകളോ അല്ലെങ്കിൽ രോഗങ്ങളോ വന്നിട്ട് അതിന്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടാവുന്ന പുനരധിവാസത്തിന് വേണ്ടി, റീഹാബിലിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട്, പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാവാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെഡിക്കൽ അപ്പാരറ്റസ് അല്ലെങ്കിൽ മെഡിക്കൽ ഉപകരണങ്ങളെയാണ് മെഡിക്കൽ എക്യുപ്മെന്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഒരു പ്രത്യേക ഉദ്ദേശം, ഡെഫിനറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാവാം. അത് രോഗനിർണയത്തിന് വേണ്ടിയാവാം, അതുപോലെ തന്നെ രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ രോഗമോ പരിക്കിനെയോ തുടർന്നുണ്ടാവുന്ന റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ പുനരധിവാസത്തിന് വേണ്ടിയിട്ടോ ഉപയോഗിക്കുന്ന അപ്പാരറ്റസുകളെയാണ് നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റ് എന്ന് വിളിക്കുന്നത്. Then it can be either used simply or in conjointly with any accessory, consumable or other piece of medical apparatus. ഇത് നമുക്ക് ഏതൊരു രീതിയിലുള്ള ആക്സസറീസോ ഏതെങ്കിലും കൺസ്യൂമബിൾ അല്ലെങ്കിൽ ഏത് പീസ് ഓഫ് മെഡിക്കൽ അപ്പാരറ്റസിന്റെയും കൂടെ എന്താണ് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്നവയുണ്ട്, കൺജോയിന്റ്ലി സംയോജിതമായിട്ട് കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നവയുണ്ട്. എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റും നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇപ്പൊ ഒരു മാസ്ക്, ഓക്സിജൻ മാസ്ക്, അത് നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരു ഓക്സിജൻ മാസ്ക് വെറുതെ നമ്മുടെ ഫേസിൽ എടുത്ത് വെച്ചത് കൊണ്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടോ? വെറുതെ വെക്കാന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? അതുമായി ബന്ധപ്പെട്ട മറ്റു കണക്ഷനുകൾ വരുമ്പോഴല്ലേ അത് യൂസ്ഫുൾ ആവുന്നത് അല്ലേ? അപ്പൊ അത് നമുക്ക് സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കൺജോയിന്റ്ലി ആണ്. മറ്റെന്തെങ്കിലും ആക്സസറീസിന്റെ കൂടെയോ മറ്റെന്തെങ്കിലും മെഡിക്കൽ അപ്പാരറ്റസിന്റെ ഭാഗമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. അതുപോലെ അതേസമയം സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നവയുണ്ട്. ഇപ്പൊ ഒരു തെർമോമീറ്ററിന് വേറെ എന്തെങ്കിലും അതിന്റെ സഹായം വേണം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സിംഗിൾ ആയിട്ട് അത് യൂസ് ചെയ്തൂടെ? യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പൊ അങ്ങനെ ഒരു സിംഗിൾ ആയിട്ട് യൂസ് ചെയ്യാവുന്ന എക്യുപ്മെന്റുകളുണ്ട്, മറ്റെന്തെങ്കിലും ഭാഗമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിക്കൽ എക്യുപ്മെന്റുകളും ഉണ്ട്. അത് മനസ്സിലാക്കുക. അപ്പൊ മെഡിക്കൽ അപ്പാരറ്റസ് അല്ലെങ്കിൽ മെഡിക്കൽ എക്യുപ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനറ്റ് പർപ്പസിന് വേണ്ടി, ഒരു പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടി, അതിപ്പോ രോഗനിർണയത്തിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ ഒരു രോഗത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ രോഗമോ പരിക്കോ തുടർന്നുണ്ടാവുന്ന പുനരധിവാസത്തിന് വേണ്ടി അല്ലെങ്കിൽ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ മെഡിക്കൽ എക്യുപ്മെന്റുകൾ എന്ന് വിളിക്കുന്നത്. അത് നമുക്ക് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാം, മറ്റെന്തെങ്കിലും കൂടെ ഭാഗമായിട്ട് സംയോജിതമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ക്ലിയർ ആണ്? പവർ ഇൻട്രൊഡക്ഷൻ വേഗം ഒന്ന് വായിച്ചു നോക്കി. അതിനുശേഷം നമ്മൾ ഓരോ എക്യുപ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ പോകാം.
വായിച്ചു കഴിഞ്ഞോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. ഇനി നമ്മള് ഫസ്റ്റ് എക്യുപ്മെന്റ് പഠിക്കുകയാണെ, ഡീഫിബ്രിലേറ്റർ. ഇത് പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? പരിചയമുള്ളതല്ലേ? എന്താണ് ഈ ഒരു എക്യുപ്മെന്റിന്റെ ഒരു യൂസ്? എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾക്ക് അറിയാവുന്ന ഉപകരണങ്ങളാണ് കൂടുതലും. എന്തിനു വേണ്ടിയിട്ടാണ് ഡീഫിബ്രിലേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയാ? ഹാർട്ട് ബീറ്റ് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ? നോക്കിയേ, defibrillators are equipment that bring back a normal heartbeat by sending an electric pulse shock to the heart. ഹൃദയത്തിലേക്ക് ഒരു ഇലക്ട്രിക് പൾസ് ഷോക്ക് കൊടുത്ത് വിട്ടിട്ട് അയച്ചിട്ട് നമ്മുടെ നോർമൽ ഹാർട്ട് ബീറ്റിനെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന എക്യുപ്മെന്റ് ആണ് ഡീഫിബ്രിലേറ്റർ. നിങ്ങൾ ഇത് ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ? നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഫിലിംസിൽ ആ പിക്ചർ ഒക്കെ നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല ഇത് എന്തിന്റെ ഉപകരണമാണ്. അതായത് ഹാർട്ട് ബീറ്റ് നഷ്ടപ്പെട്ടു പോയി എന്ന ഒരു സിറ്റുവേഷനിൽ അവരുടെ ഹാർട്ട് ബീറ്റിനെ തിരികെ കൊണ്ടുവരാൻ, നോർമൽ ഹാർട്ട് ബീറ്റിലേക്ക് തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇലക്ട്രിക് പൾസ് ഷോക്ക് അവരുടെ ഹാർട്ടിലേക്ക് കൊടുക്കുകയും അതിലൂടെ അവരുടെ നോർമൽ ഹാർട്ട് ബീറ്റിനെ തിരികെ കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഡീഫിബ്രിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ? വേരിയസ് ടൈപ്പ് ഓഫ് ഡീഫിബ്രിലേറ്റേഴ്സ് വർക്ക് ഇൻ ഡിഫറെന്റ് വേസ്. ഒരുപാട് ടൈപ്പ് ഓഫ് ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്. ഒരുപാട് എന്താണ് പർപ്പസുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പല ടൈപ്പ് ഓഫ് ഡീഫിബ്രിലേറ്റേഴ്സ് ഉണ്ട്. അതൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്കിവിടെ ഏറ്റവും കോമൺ ആയിട്ട് പബ്ലിക് സ്പേസിൽ കാണുന്ന ഒന്നാണ് ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റേഴ്സ്, AEDs. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കണം. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റേഴ്സ് അതിന്റെ എക്സ്പാൻഡ് ഫോം ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ കോമൺലി പബ്ലിക് സ്പേസിൽ കാണുന്ന ഡീഫിബ്രിലേറ്റർ ഏതാണെന്ന് ചോദിച്ചാലും AED ആണെന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ എപ്പോഴും ഒരു എക്യുപ്മെന്റ് പഠിക്കുമ്പോൾ ആ എക്യുപ്മെന്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് എന്തിനു വേണ്ടിയുള്ള എക്യുപ്മെന്റ്? ഇവിടെ ഡീഫിബ്രിലേറ്റേഴ്സ് എന്തിനു വേണ്ടിയാ? bring back a normal heartbeat by sending an electric pulse shock to the heart. ഹാർട്ടിലേക്ക് ഒരു ഇലക്ട്രിക് പൾസ് ഷോക്ക് കൊടുത്ത് നോർമൽ ഹാർട്ട് ബീറ്റിലേക്ക് അവരെ തിരികെ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഉപകരണമാണ്. ഇവിടെ ഏറ്റവും കോമൺ ആയിട്ട് പബ്ലിക് സ്പേസിൽ കാണുന്ന എന്താണ് ഡീഫിബ്രിലേറ്റേഴ്സ് ആണ് AED അല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. ആർ യൂസ്ഡ് ടു സേവ് ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ ഹു എക്സ്പീരിയൻസ് കാർഡിയാക് അറസ്റ്റ്. ഒരു പബ്ലിക് സ്പേസിൽ വെച്ചൊക്കെ ഒരു കാർഡിയാക് അറസ്റ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഉപകരണം കൂടിയാണ് ഈ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോ ജസ്റ്റ് ഇവിടെ വരെ ഒന്ന് വായിച്ചിട്ട് വരാം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഈ AEDs എന്ന് പറയുന്നത് അത് നമുക്ക് അവിടെ AEDs നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പബ്ലിക് സ്പേസിൽ ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ഓക്കെ, ചില ബസ് സ്റ്റോപ്പുകളിലൊക്കെ ഉണ്ട്, ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ മിസ് ഇതുപോലെ ഒരു ക്ലാസ്സിൽ എടുത്തപ്പോ തിരുവല്ലയിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നേ. അപ്പൊ ആ കുട്ടി പറഞ്ഞത് അവരുടെ തിരുവല്ലയില് ഒരു ബസ് സ്റ്റാൻഡില് ഈ ഒരു AED ഉണ്ട്, മിസ് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതാണ് മിസ് ചോദിച്ചത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പബ്ലിക് സ്പേസുകളിലൊക്കെ ഇപ്പോഴുണ്ട്. അത് പ്രവർത്തിക്കാനായിട്ട് ഒരു പുതിയ ആൾക്കാണെങ്കിലും പ്രവർത്തിപ്പിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് വായിച്ച് പെട്ടെന്ന് അത് യൂസ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഒരു പുതിയതായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിലും അത് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി ഈ മിസ് ഡീഫിബ്രിലേറ്റേഴ്സിനെ പറ്റി പറഞ്ഞുതരാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ, ടൈമില്ലല്ലോ. അപ്പൊ ഇവിടെ വരെ വായിച്ചിട്ട് വരാം. ലോണ്ടറി ആൻഡ് ലിനൻ ചാപ്റ്റർ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വായിക്കാം. അതിൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.